അറക്കൽ ബീവി മെഗാപാർട്ട്. രചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. കാളിക്ക് മുമ്പിലിരിക്കുമ്പോൾ സമദ് വല്ലാത്തൊരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അമ്മൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടെയുള്ള 3-4 ഉസ്താദുമാരും ഇവിടുത്തെ 3 പള്ളി കമ്മിറ്റി മെമ്പർമാരും മാത്രമേ നിക്കാഹിന് സാക്ഷ്യം വഹിക്കാനുള്ളൂ. എന്നാൽ നമുക്ക് ചടങ്ങ് തുടങ്ങാം അല്ലേ? കാളി ഉസ്താദിനെയും സമദിനെയും നോക്കി ചോദിച്ചു. അവർ രണ്ടുപേരും തലയാട്ടിയപ്പോൾ വേഗം തന്നെ നിക്കാഹിൻ്റെ ചടങ്ങിലേക്ക് കടന്നു. അങ്ങനെ 4 പവൻ സ്വർണ്ണമാല മഹർ നൽകി സമദ് റാബിയയെ തൻ്റെ ജീവിത സഖിയാക്കി മാറ്റി. സമദിന് ആ നിമിഷത്തിൽ കണ്ണുകൾ നിറയും പോലെ തോന്നി. ഈ കാഴ്ച കണ്ടു നിന്ന അമ്മൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജനിച്ചത് മുതൽ ഒരു മോനെപ്പോലെ തന്നെ പോറ്റി വളർത്തിയ കുഞ്ഞുമ്മക്ക് ഒരു തുണയില്ലാത്തത് അവൻ്റെ നെഞ്ചിലെ നെരിപ്പോടായി നീറാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഉമ്മി കാത്തുനിന്ന ആളെ തന്നെ കുറച്ചു വൈകിയാലും പടച്ചോൻ കാണിച്ചു തന്നു. ഇന്നിതാ ആ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയൊരു മകനാണ് താൻ. അവന് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു കവിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞെണീറ്റപ്പോൾ സമദ് നേരെ അമനെ പോയി കെട്ടിപ്പിടിച്ചു. അയാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിക്കാഹ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു സന്തോഷത്തിൻ്റെ നിമിഷം ആയിരുന്നില്ല. ആ നിക്കാഹ് സനുമോൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അവളുടെ ഉമ്മ മരണശയ്യയിൽ തന്നോട് ആവശ്യപ്പെട്ട ഏക കാര്യം അത് നടത്തിക്കൊടുക്കൽ മാത്രമായിരുന്നു ആ നിക്കാഹിനെ കൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ ആ നിക്കാഹ് കഴിഞ്ഞ് 2-ാം മാസം അവളുടെ ഉമ്മ മരണപ്പെടുകയും ചെയ്തു. സനുവിൻ്റെ ഉമ്മ ഒരിക്കലും സമദിൻ്റെ ഭാര്യ പദവിയിൽ ജീവിച്ചിട്ടില്ല. സനുവിനൊരു ഉപ്പയെ കിട്ടാൻ വേണ്ടിയുള്ള നിക്കാഹ് മാത്രമാണ് അന്ന് നടന്നത്. അന്ന് മുതൽ റാബിയെ കാണുന്നതുവരെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. മോൾ ചെറുപ്പം മുതൽ നല്ല കാര്യഗൗരവം ഉള്ള കൂട്ടത്തിലാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ തന്നെ ഒരു നിക്കാഹിന് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ തനിക്കതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതാ അവളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. വീട്ടിൽ സനവും റാബിയും കൂടി സമദും അമനും ഇറങ്ങിയ ശേഷം ഉച്ചക്കേക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ തുടങ്ങി. നല്ല സദ്യയാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും നോൺ വെജിനേക്കാൾ ഇഷ്ടം സദ്യയാണ്. സാമ്പാറും അവിയലും തോരനും പച്ചടിയും കിച്ചടിയും കൂട്ടുകറിയും രസവും പായസവും പപ്പടവും തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് റാബിയ സനവിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കി. കൂടെ നല്ല ചിക്കൻ പൊരിച്ചത് സനവും തയ്യാറാക്കി. എല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞ് ലുഹർബാങ്ക് കൊടുക്കുമ്പോഴേക്ക് അവർ കുളിച്ചു കയറി. നിക്കാഹ് കഴിഞ്ഞ് 1:30 മണിയാവുമ്പോഴേക്ക് സമദും അമനും വീട്ടിലേക്ക് തിരിച്ചെത്തി. നിക്കാഹ് നടന്ന പള്ളിയിൽ ആളുകൾക്ക് വേണ്ടി ചെറിയ കടിയും ചായയും മതിയെന്ന് ഉസ്താദ് പറഞ്ഞതിനാൽ അതിൻ്റെ കാശ് അവിടെ അടച്ചിരുന്നു. കാർ മുറ്റത്തേക്ക് കയറിയ ശബ്ദം കേട്ട് സനു വേഗം പുറത്തേക്കിറങ്ങി വന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. റാബിയ സിറ്റൗട്ടിൽ തന്നെ നിന്നതേയുള്ളൂ. സമദ് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചു. അയാളും സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അമനും ചെറുപുഞ്ചിരിയോടെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. സിറ്റൗട്ടിലെ വാതിൽക്കൽ നിന്ന റാബിയയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മിയുടെ രാജകുമാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഉപ്പാനോട് സംസാരിക്കാൻ മടിച്ചു നിൽക്കരുതിട്ടോ, അവൻ റാബിയയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. റാബിയയുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവിടേക്ക് സനവും സമദും കൂടി വന്നു ചേർന്നപ്പോൾ ആ കോളം തികഞ്ഞു. സനുവിൻ്റെ നിക്കാഹിന് അവൾ വാങ്ങിക്കൊടുത്ത പർദ്ദയാണ് റാബിയയുടെ വേഷം. വയസ്സ് 37 കഴിഞ്ഞെങ്കിലും ഒരു 30-ൽ കൂടുതൽ തോന്നിക്കില്ല. ഉപ്പ, ഐശ്വര്യമായിട്ട് ആ മഹാർ അങ്ങോട്ട് അണിഞ്ഞുകൊടുക്ക്, സനു ചിരിയോടെ സമദിനോട് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തു. സമദ് കയ്യിലെ പെട്ടിയിൽ നിന്നും ചെയിൻ പുറത്തേക്കെടുത്തു. എന്നിട്ട് റാബിയയുടെ അടുത്തേക്ക് ചെന്ന് ആ മാല കഴുത്തിൽ അണിഞ്ഞുകൊടുത്തു. സനു ആ മുഹൂർത്തം ഫോണിൽ പകർത്തി. അമൻ ചിരിയോടെ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് 4 പേർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? സനു ചോദിച്ചു. അതിനെല്ലാവരും റെഡിയായതിനാൽ റാബിയക്കും സമദിനും ഇരുവശത്തും സനുവും അമനും നിന്നു. എന്നിട്ട് അമൻ ഫോണിൽ സെൽഫി എടുത്തു. പിന്നെ സമദിനെയും റാബിയയും ചേർത്ത് നിർത്തി സനു അറഞ്ചം പുറഞ്ചും ഫോട്ടോ എടുത്തു. പിന്നെ അവളും അമനെയും ചേർത്ത് നിർത്തി സമദ് അവളുടെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തു കൊടുത്തു. ഇനി മതി സനു, നമുക്ക് ഫുഡ് കഴിച്ചാലോ? റാബിയ ചോദിച്ചു. അവൾ തലകുലുക്കിക്കൊണ്ട് വേഗം അടുക്കളയിലേക്ക് നടന്നു. റാബിയ ഇട്ടിരുന്ന പർദ്ദ അഴിച്ച് റൂമിലേക്ക് വെച്ചുകൊണ്ട് സനുവിൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു. നേരത്തെ വെട്ടിക്കഴുകി വെച്ച വാഴയിലകൾ ആദ്യം മേശയിൽ നിരത്തി. പിന്നെ ഓരോ ഐറ്റംസിൻ്റെയും പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് 4 ഇലയിലും വിളമ്പി. അവസാനം ചോറും സാമ്പാറും കൂടി വിളമ്പിക്കൊണ്ട് അവരും കൂടി കഴിക്കാനിരുന്നു. സമദിൻ്റെ അടുത്ത് റാബിയയും അമൻ്റെ അടുത്ത് സനവും ഇരുന്നു. സമദ് ഡ്രസ്സ് മാറിയിരുന്നു. വെള്ള ഷർട്ടും വെള്ള തുണിയുമായിരുന്നു നേരത്തെ വേഷം. സമദ് ഇടക്ക് റാബിയെ നോക്കുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു റാബിയക്ക്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടും ഒന്നും സംസാരിച്ചു തുടങ്ങാഞ്ഞിട്ടായിരിക്കും എന്നവൾക്ക് തോന്നി. എങ്ങനെയുണ്ടുപ്പാ ഫുഡ്? എല്ലാം ഉമ്മിയുടെ പാചകമാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്താ അവാർഡ് പടം കാണുന്ന മാതിരി ഇരിക്കുന്നത്?
ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന സമദിനെയും അമനെയും നോക്കിക്കൊണ്ട് സനു ചോദിച്ചു, ഫുഡ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ റാബി. ഇനി എന്നും എനിക്ക് ടേസ്റ്റി ഫുഡ് കഴിക്കാമല്ലോ. അതേ ഉപ്പ, എനിക്കിനി അടുക്കളയിൽ കയറേണ്ടല്ലോ. അയ്യടാ, അപ്പോൾ നിന്റെ കെട്ടിയോനെ ആര് നോക്കും? സമദ് അവളെ ചൂടാക്കാൻ പറഞ്ഞു. നിന്നെയും അവനെയും ഫ്ലാറ്റിലേക്ക് ഗെറ്റൗട്ട് അടിക്കാൻ പോകുക. ഞാനൊന്നും ഫ്ലാറ്റിലേക്കില്ല. അമിക്ക വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ. എനിക്ക് ഉമ്മയുടെ അടുത്ത് തന്നെ നിൽക്കണം. അവൾ മുഖം വീർപ്പിച്ച് പറയുന്നത് കണ്ടപ്പോൾ അമ്മിക്ക് അവളൊരു കുഞ്ഞുകുട്ടിയെപ്പോലെ തോന്നിച്ചു. അവൻ ആ കുട്ടിയെടുത്ത് കൊഞ്ചിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ കളിയും ചിരിയുമായി അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. സനുവും അമനും പോയപ്പോൾ സമദ് റാബിയോട് പറഞ്ഞു, ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒത്തിരി ഇഷ്ടമായി, നിന്നെപ്പോലെ തന്നെ. അതിന് നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി റാബിയ തിരിച്ചു നൽകി. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ കുറച്ചു നേരം ഇരുന്നു. റാബിയയും സനുവും സമദും അമനും പരസ്പരം കത്തിയടിച്ചുകൊണ്ടിരുന്നു. ഇത്രയും നന്നായി സനു സംസാരിക്കുന്നത് അമൻ കണ്ടിട്ടേയില്ല. പിന്നെ സമദിനു മുൻപിൽ പണ്ടത്തെ കിലുക്കാൻ പറ്റിയായ റാബിയും തീരെ സംസാരിക്കാറില്ലല്ലോ. ഉപ്പ, വീട്ടിലുള്ള ഫർണിച്ചറൊക്കെ എന്തു ചെയ്യും? ഫ്ലാറ്റിലോ ഇവിടെയോ സ്പേസ് ഉണ്ടോ? അമൻ ആരാഞ്ഞു. ആ മോനെ, ഒന്ന് ഇവിടെ ഇടാം. മുകളിൽ സനുവിൻ്റെ റൂമിൽ മാത്രമേ കട്ടിലും അലമാരയും ഉള്ളൂ. ഒന്ന് ഫ്ലാറ്റിലും ഇടാം. പിന്നെ അടുക്കള സാധനങ്ങൾ ഫ്ലാറ്റിൽ തീരെയില്ല. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാലോ. അത് നല്ലൊരു ഐഡിയ ആണ്. എന്നാൽ ഞാൻ പോയി അതൊക്കെ ലോറിയിൽ കയറ്റിക്കൊണ്ട് വരാം. ഞാൻ ഹൗസ് ഓണർക്ക് ഇന്ന് തന്നെ ചാവി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അമൻ അതും പറഞ്ഞെഴുന്നേറ്റു. എന്നാൽ നിൻ്റെ കൂടെ ഞാനും വരാം മോനെ, സമദ് പറഞ്ഞു. അമൻ തലയാട്ടിയപ്പോൾ അയാൾ വേഗം ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് പോയി. സമദിൻ്റെ റൂം താഴെ നിലയിൽ തന്നെയാണ്. വീട്ടിലാകെ 4 റൂമുകളുണ്ട്. താഴെ സമദിൻ്റെ റൂം കൂടാതെ ഗസ്റ്റ് റൂം കൂടിയുണ്ട്. മുകളിൽ സനുവിൻ്റെ റൂം കൂടാതെ ഒരു റൂം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെയാണ് സമദ് ഫർണിച്ചർ കൊണ്ടിടാൻ അവനോട് പറഞ്ഞത്. ഞാൻ കൂടി വരാം മോനെ, റാബിയ അവനോട് സൂചിപ്പിച്ചപ്പോൾ ഞാനും എന്ന് പറഞ്ഞ് സനുവും പിന്നാലെ കൂടി. അങ്ങനെ 4 പേരും കൂടി അവരുടെ വാടക വീട്ടിലേക്ക് പുറപ്പെട്ടു. അമൻ അടുത്തുള്ള ലോറി ഡ്രൈവറെ ഫോണിൽ വിളിച്ചുകൊണ്ട് അവിടേക്കെത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വീട്ടിനുള്ളിൽ അവർ എടുത്തു വെച്ച ഓരോ സാധനങ്ങളും 4 പേരും കൂടി മുറ്റത്ത് കൊണ്ടുവച്ചു. ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നതും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും വേറെ വേറെ തരംതിരിച്ച് വെച്ചതുകൊണ്ട് വണ്ടിയിൽ കയറ്റാൻ സൗകര്യമാണ്. 2 പേരുടെയും ഡ്രസ്സും ഡോക്യുമെൻസും സനു ആദ്യം തന്നെ കാറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ലോറി അവിടേക്ക് എത്തിയിരുന്നു. ആദ്യം ഫ്ലാറ്റിലേക്കുള്ള സാധനങ്ങൾ ലോറിയിൽ കയറ്റി അവിടെ കൊണ്ടിറക്കി. ലോറിയിൽ സമദും അമനും കൂടി കയറി. എല്ലാം ഫ്ലാറ്റിനുള്ളിൽ എടുത്തു വെച്ചു. ഡ്രൈവറും നല്ലൊരു വ്യക്തിയായിരുന്നു. അയാളും എല്ലാറ്റിനും അവരെ കൂടെ നിന്ന് സഹായിച്ചു. അടുത്ത ട്രിപ്പിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് ലോറിയിൽ കയറ്റിക്കൊണ്ട് വീട് പൂട്ടി അവർ 4 പേരും കാറിൽ ലോറിക്കൊപ്പം തന്നെ പോന്നു. പോകുന്ന വഴിയിലാണ് ഹൗസ് ഓണറുടെ വീട്. അവിടെ ഇറങ്ങി അമൻ വീടിൻ്റെ വാടകയും താക്കോലും ഏൽപ്പിച്ചു. വീട്ടിലെത്തിയ ശേഷം സാധനങ്ങളെല്ലാം മുകളിലത്തെ റൂമിൽ സെറ്റ് ചെയ്തു. അപ്പോഴേക്കും പെണ്ണുകൾ 2 നല്ല പഴംപൊടിയും ചായയും കൊണ്ടുവച്ചു. ലോറി ഡ്രൈവറും അമനും സമദും അവരുടെ കൂടെ ചായ കഴിച്ചു. ശേഷം അയാൾക്ക് കൂലി കൊടുത്തുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു. 4 പേരും നന്നായി ക്ഷീണിച്ചിരുന്നു. കുറച്ചു നേരം അവിടെ ഫാനിൻ ചുവട്ടിൽ ഇരുന്ന് വിശ്രമിച്ച ശേഷം അവർ ഫ്രഷാകാൻ വേണ്ടി എഴുന്നേറ്റു. മോളെ, അമ്മയ്ക്ക് വേണ്ട എല്ലാം എടുത്തു കൊടുക്കട്ടോ. റൂമിലേക്ക് പോകുമ്പോൾ സമദ് സനുവിനെ ഓർമ്മിപ്പിച്ചു. അവളൊന്ന് അമനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് കയറി. കൂടെ അവനും. അവൻ ഇതുവരെ മുകളിലേക്ക് കയറിയിട്ടില്ല. റാബിയ കുറച്ചു നേരം അവിടെ താളം ചവിട്ടി നിന്നെങ്കിലും പിന്നെ തൻ്റെ ഭാഗമെടുത്ത് സമദിൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ സനു അലമാരയിൽ നിന്നും ലുങ്കിയും ടീഷർട്ടും തോർത്തും എടുത്ത് ബെഡിൽ വെച്ചു. തനിക്ക് കുളിച്ചു മാറ്റാനും അവൾ സ്കർട്ടും ടോപ്പും എടുത്തു. അവളുടെ ഓരോ പ്രവൃത്തികളും സാഗൂതം നോക്കി നിന്ന അമൻ്റെ അടുത്തേക്ക് വന്ന് സന അവൻ്റെ കയ്യിലേക്ക് അവന് വേണ്ടവ എടുത്തു കൊടുത്തു. അവൻ്റെ കണ്ണിലേക്ക് നോക്കാതെയാണ് പെണ്ണിൻ്റെ പരിപാടി. ഇതാണോ നമ്മുടെ സ്വർഗം? അമൻ ചുറ്റും നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. അതിനവളും ഒന്ന് തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. പെണ്ണിനൊറ്റക്ക് തന്നെ കാണുമ്പോൾ ഒരു വിറയലും പിഴച്ചിലുമുണ്ടെന്ന് അമന് മനസ്സിലായി. നേരത്തെ എന്തായിരുന്നു ഡയലോഗ്? കൂടുതൽ അവളെ വിറപ്പിക്കേണ്ട എന്ന് കരുതിയവൻ ബാത്റൂമിലേക്ക് കയറി. ഡ്രസ്സുമെടുത്ത് സനുവും അടുത്ത റൂമിലേക്ക് നടന്നു. സമദ് കുളിക്കുന്ന നേരം കൊണ്ട് തൻ്റെ സാധനങ്ങളെല്ലാം റാബിയ അലമാരയിൽ അടക്കി പെറുക്കി വെച്ചു. അലമാരയുടെ ഒരു വശം മുഴുവൻ അവൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരുന്നു. സമദ് കുളി കഴിഞ്ഞു ഷർട്ടിടാതെ വന്നപ്പോൾ റാബിയക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ചമ്മൽ തോന്നി. അവളുടെ മുഖം കണ്ട് സമദിനും ചിരി വരുന്നുണ്ടായിരുന്നു. എന്താണ് റാബിക്കുട്ടി നിന്ന് പരുങ്ങുന്നത്? ഫ്രഷായി വാ വേഗം, സമദ് വേഗം ഷർട്ടെടുത്തിട്ട് കൊണ്ട് പറഞ്ഞു. അവൾ വേഗം ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ ഓടിക്കയറി. അവിടെയുള്ള കണ്ണാടിയിൽ തെളിഞ്ഞ തൻ്റെ രൂപത്തിൽ ഒരു 20-കാരി പെൺകുട്ടി നാണിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. അവൻ കുളിച്ചിറങ്ങി വന്നപ്പോൾ സനുവും അങ്ങോട്ടെത്തി. അമിക്ക, നമുക്ക് ഉപ്പാൻ്റെ റൂം ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ? ഇക്ക എന്നെ സഹായിക്കുമോ? സനു ചോദിച്ചു. ഓ, അതിനെന്താ,
അതിന് ഡെക്കറേറ്റീവ് ഐറ്റംസ് വേണ്ടേ? അതൊക്കെ ഇവിടെ റെഡിയാണ്. ഞാൻ രാവിലെ കുറച്ച് മുല്ലപ്പൂവ് വാങ്ങി വെച്ചിട്ടുണ്ട്, കുറച്ച് റോസ് ഫ്ലവറും. അതൊന്ന് അവിടെ സെറ്റ് ചെയ്യാൻ സഹായിച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാം. കൂട്ടത്തിൽ വേണമെങ്കിൽ ഇവിടെയും ഒരു മണിയറ തീർക്കാം കേട്ടോ. സനുവിനെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് അമൻ പറഞ്ഞു. സനു അതിന് മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൾ ഓടുന്നത് നോക്കി അമൻ നിന്ന് ചിരിച്ചു. രാത്രിക്ക് ഫുഡ് ഉച്ചക്ക് തന്നെ വെച്ചതുള്ളതിനാൽ അത് മതി എന്നവർ തീരുമാനിച്ചു. ഇശാനിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവരെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. റാബിയ അടുക്കള ക്ലീനാക്കുമ്പോൾ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സനു അവിടെ നിന്ന് സ്കൂട്ടായി. ഫ്രിഡ്ജിൽ വെച്ച മുല്ലപ്പൂവും മറ്റും എടുത്തുകൊണ്ട് സമദിൻ്റെ റൂമിലെത്തി. സമദ് രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുറച്ചു നേരം മുറ്റത്തുകൂടി നടക്കും. അതവൾക്കറിയാം. അവൾ ഫോണെടുത്ത് അവന് മെസ്സേജ് അയച്ചു. അത് കണ്ട് അവനും റൂമിലേക്കെത്തി. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ചു സമയം കൊണ്ട് തന്നെ ഭംഗിയിൽ സമദിനും റാബിയക്കും മണിയറ ഒരുക്കി. വാവ്, അടിപൊളി! സനുവിൻ്റെ ആത്മകഥം. അവൾ പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങിയപ്പോൾ അമൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. ഉമ്മിയെയും ഉപ്പയെയും മുകളിലേക്ക് പറഞ്ഞാച്ചാലോ? നമുക്ക് ഇവിടെ അങ്ങ് കൂടിയാലോ? അമൻ അവളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. അവൾ ആ വാക്കുകളിൽ പുളകം കൊണ്ടു. നാണത്തോടെ അവനെ ഒന്ന് പാളി നോക്കി. കുസൃതി ചിരിയുമായി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ കണ്ണുകളിൽ പോലും പ്രണയം തിളങ്ങുന്നുണ്ട്. അവൻ്റെ നെഞ്ചോട് ചേർന്നാണ് നിൽക്കുന്നത്. അവൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ പിടഞ്ഞു മാറി. അല്ലാ, അവർ ഇങ്ങോട്ട് വരാൻ ടൈമായിട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമിക്ക ഇന്ന് ഇവിടെയല്ലേ? അപ്പോഴാണവൻ ഫ്ലാറ്റിൽ നിൽക്കാമെന്ന് പറഞ്ഞതോർത്തത്. ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. ഇതുവരെ ഒറ്റക്ക് നിന്നിട്ടില്ല. അവൻ യാന്ത്രികമായി തലയാട്ടി. അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. റാബിയ അപ്പോഴേക്കും എല്ലാം ഒരുക്കി കഴിഞ്ഞിരുന്നു. അവൾ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിച്ച് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നിട്ട് റാബിയയുടെ കയ്യിലേക്ക് കൊടുത്തു. അതൊക്കെ കണ്ട് റാബിയക്ക് നാണം തോന്നുന്നുണ്ടായിരുന്നു. ഉപ്പയും ഉമ്മയും ഭർത്താവിൻ്റെ ഉമ്മയും ഒരാളാവുന്നത് അപൂർവമാവും അല്ലേ ഉമ്മി? നിങ്ങളെ മണിയറയിലേക്ക് അയക്കാനും എനിക്കാണ് യോഗം. അവൾ റാബിയയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അവരൊന്ന് സ്നേഹത്തോടെ അവളെ കവിളിൽ തഴുകി. എന്നാ പിന്നെ സമയം കളയാതെ റൂമിലേക്ക് നടന്നോ? അവൾ റാബിയയും കൊണ്ട് സമദിൻ്റെ റൂമിൻ്റെ മുമ്പിലെത്തിയപ്പോൾ സമദും അങ്ങോട്ടെത്തിയിരുന്നു. ഉപ്പ, ഉമ്മി, ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. അവൾ അതും പറഞ്ഞ് സ്റ്റെപ്പ് ഓടിക്കയറി. കാന്താരി. സമദ് ചിരിച്ചുകൊണ്ട് റാബിയെ നോക്കി. രണ്ടാളും റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ഒന്ന് ഞെട്ടി നിന്നുപോയി. മുല്ലപ്പൂമാല കൊണ്ട് അലങ്കരിച്ച കട്ടിൽ. അതിൽ റോസാദളങ്ങൾ കൊണ്ട് രണ്ട് വലിയ ലവ് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. സമദും റാബിയയും മെല്ലെ അകത്തേക്ക് കടന്നു. കട്ടിലിൻ്റെ അടുത്തുള്ള കുഞ്ഞു മേശയിൽ കയ്യിലുള്ള പാൽ വെച്ചുകൊണ്ട് റാബിയ ആ അലങ്കാരങ്ങളിലേക്ക് വീണ്ടും മിഴികൾ നട്ടു. തൻ്റെ മക്കൾ തങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തന്ന ആ മണിയറ അവരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും നറുസുഗന്ധം ആ റൂമിൽ ഇടകലർന്ന് പരിമളം വീശുന്നുണ്ട്. ആ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് ആ റോസായിതളുകൾ വാരിയെടുത്ത് ചിന്തിച്ച് നിൽക്കുന്ന റാബിയയുടെ മുഖത്തേക്ക് സമദ് മെല്ലെ എറിഞ്ഞു. ചെറുതായി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ സമദിനെ നോക്കി. എന്താണ് പെണ്ണുമുണ്ട് ഇങ്ങനെ അന്തം വിട്ടി നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കടോ. സമദ് പറഞ്ഞത് കേട്ട് ചിരിയോടെ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അയാളുടെ അടുത്തേക്കിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ഇതെല്ലാം? മോളുടെ പരിപാടിയാണെന്ന് തോന്നുന്നു. അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ മുങ്ങിയത് ഇതിനായിരിക്കും. റാബിയ ചിരിച്ചു. ദാ അവൾ പാലും തന്നു വിട്ടിട്ടുണ്ട്. മേശയിലേക്ക് ചൂണ്ടിക്കൊണ്ട് റാബിയ വീണ്ടും പറഞ്ഞു. എന്നാൽ പിന്നെ അത് കുടിച്ചുകൊണ്ട് ഐശ്വര്യമായി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാം അല്ലേ? അയാളും കുസൃതി നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതിനവൾ ചിരിച്ചതേയുള്ളൂ. പാല് പകുത്തു കുടിച്ചുകൊണ്ട് അവർ അവരുടെ വൈകിക്കിട്ടിയ ജീവിതത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. സ്റ്റെപ്പ് ഓടിക്കയറി മുകളിലെത്തിയ സനു മെല്ലെ റൂമിലെത്തിയപ്പോൾ റൂമിൽ ലൈറ്റിട്ടുകൊണ്ട് അമൻ ബെഡിൽ കിടക്കുന്നുണ്ട്. ആൾ നല്ല ഉറക്കത്തിലാണ്. കയ്യിലെ മൊബൈൽ ഫോൺ ബെഡിൽ വീണ് കിടപ്പുണ്ട്. അവൾ വേഗം ആ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ടു. ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. അപ്പോഴും അമൻ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അവൾ വന്നതൊന്നും ആശാൻ അറിഞ്ഞിട്ടേയില്ല. അവൾ പുതപ്പെടുത്ത് അവൻ്റെ മേൽ പുതപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അടുത്ത് വീണ് കിടക്കുന്ന ഫോൺ എടുത്തു. മേശയിൽ വെക്കാൻ നോക്കിയപ്പോൾ കൈ തട്ടി ഫോണിൻ്റെ സ്ക്രീൻ ഓപ്പണായി. അപ്പോൾ കണ്ടു രണ്ടു പേരുടെയും ഒരടിപൊളി എഡിറ്റിംഗ് ഫോട്ടോ. അതവൾക്ക് നന്നായി ഇഷ്ടമായി. കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി നിന്ന ശേഷം ഫോൺ മേശയിലേക്ക് വെച്ചു. ഫോണിന് ലോക്കൊന്നുമില്ല. എങ്കിലും അവനോട് ചോദിക്കാതെ ഫോൺ ഓപ്പൺ ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. അതിലെ ആ വാൾപേപ്പർ നാളെ അവനോട് ചോദിച്ച് വാങ്ങണം എന്നവൾ കരുതി. കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് കയ്യെത്തി ബെഡിൻ്റെ അടുത്തുള്ള സ്വിച്ചിൽ അമർത്തി അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. നല്ല ക്ഷീണമുള്ള കാരണം കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. ഇന്നലെ തീരെ ഉറക്കം വന്നിട്ടില്ല. നിക്കാഹ് കുഴപ്പമില്ലാതെ കഴിഞ്ഞു കിട്ടിയതിനാൽ
അവൾ നാഥന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനും ആ കിടപ്പിൽ മൗനമായി അവൾ പ്രാർത്ഥിച്ചു. പുറത്തുള്ള പോസ്റ്റിലുള്ള ലൈറ്റിൽ നിന്നുള്ള ചെറിയ വെളിച്ചം കർട്ടൻ്റെ വിടവിലൂടെ റൂമിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. ആ വെളിച്ചത്തിൽ തൻ്റെ അഭിമുഖം ഉറങ്ങിക്കിടക്കുന്ന അമനയും നോക്കി അവൾ അങ്ങനെ കിടന്നു. ഉറങ്ങുന്നത് കാണാൻ എന്ത് രസമാണ്! അല്ലാതെ ചെക്കന് നല്ല കള്ളത്തരം കയ്യിലുണ്ട്. അവൻ നേരത്തെ കാണിച്ച കുസൃതി ഓർത്തപ്പോൾ തന്നെ സനുവിന് ചിരി വന്നു. കിടക്കുമ്പോൾ എന്തൊരു പാപം! അങ്ങനെ അവനെ നോക്കി കിടന്ന് കുറച്ചു സമയം കൊണ്ട് തന്നെ അവളും ഉറക്കത്തിലേക്ക് കൂപ്പുകുത്തി. റാബിയയും സമതും ഒരുപാട് നേരം പല കഥകളും പരസ്പരം പറഞ്ഞുകൊണ്ട് കിടന്നു. സമതിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ 20 വർഷത്തിന് ശേഷം റാബിയക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്തു. അവളുടെ കൈയോട് തൻ്റെ കൈ കോർത്തി പിടിച്ചുകൊണ്ടാണ് അവളുടെ കഥകൾ ഓരോന്ന് കേട്ടുകൊണ്ട് സമത് അങ്ങനെ കിടക്കുന്നത്. ഇടയ്ക്കിടെ റാബിയയുടെ നെറുകയിൽ സമതിൻ്റെ ചുണ്ടുകൾ പതിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് തൻ്റെ ഇമോഷണൽ സപ്പോർട്ടാണ് അവൾക്ക് വേണ്ടതെന്ന് അയാൾക്ക് വേഗം മനസ്സിലായി. അതുകൊണ്ട് അവളെ കേൾക്കാൻ വേണ്ടി നല്ലൊരു കേൾവിക്കാരനായി അയാൾ കിടന്നു. വാപ്പയുടെ സഹോദരൻ ചെയ്ത അരുങ്കൊലയെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ റാബിയ ഒന്ന് വിറച്ചുപോയി. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് റാബിയയുടെ വാക്കുകളിലൂടെ. അന്നാണ് റാഹിത്തയെ കൊണ്ട് ഉമ്മയും ഉപ്പയും രാമൻ വൈദ്യരുടെ അടുത്ത് പോയത്. അമ്മയ്ക്ക് പനിയുള്ളതിനാൽ ഞാനും അവനും വീട്ടിൽ തന്നെ നിന്നു. സാധാരണ ഞങ്ങളും കൂടി അവരുടെ കൂടെ പോകാറുണ്ടല്ലോ. അന്ന് വീട്ടിലെ കാറിന് പോകുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുള്ള പോലെ ഉപ്പ സൂചിപ്പിച്ചിരുന്നു. ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാഞ്ഞതുപോലെ വഴിയിൽ നിന്നും റെഡിയാക്കാമെന്ന് പറഞ്ഞ് അവർ യാത്ര തിരിച്ചു. പക്ഷേ വൈകുന്നേരം അവർ തിരിച്ചു വന്നത് കാറിലായിരുന്നില്ല, വെള്ള പുതച്ചുകൊണ്ട് ആംബുലൻസിലായിരുന്നു. അത് പറഞ്ഞു നിർത്തുമ്പോൾ റാബി വിങ്ങിപ്പൊട്ടിപ്പോയി. സമതൊന്നും കൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുണ്ടു ചേർത്തു. സങ്കടമാവുമെങ്കിൽ ഇപ്പോൾ പറയേണ്ടടോ? വേണമിക്ക, കുറേ കാലമായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വിഷമങ്ങളാണ്. ഒന്ന് പറയാൻ എനിക്ക് മോനല്ലാതെ ആരുമില്ലല്ലോ. അവനോടിതൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എൻ്റെ ഉള്ളിൽ ഒരു ബോംബ് പോലെ ഇത് കയറി കൂടിയിട്ട് 20 വർഷം കഴിഞ്ഞില്ലേ? എന്നാ പറഞ്ഞോ? ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ഉപ്പയെയും ഉമ്മയെയും റാഹിയെയും? പറയാം, എല്ലാം പറയാം. അവൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. ഉപ്പയുടെയും ഉമ്മയുടെയും റാഹിയുടെയും മയ്യത്തിന് മുന്നിൽ പകച്ചു നിന്ന ആ 18കാരിയെ, കുഞ്ഞു അമ്മിയെയും ചേർത്ത് പിടിച്ചു നിന്നത് മനസ്സിൽ സങ്കല്പിച്ചു നോക്കിയപ്പോൾ സമതിന് തന്നെ വല്ലാത്ത ദുഃഖം തോന്നി. മയ്യത്ത് കബറടക്കി തിരിച്ചു വന്ന കുടുംബക്കാർ തമ്മിൽ അന്ന് തന്നെ ഞങ്ങളെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തർക്കം തുടങ്ങി. ആർക്കും ഞങ്ങളെ വേണ്ട, പക്ഷേ ഉപ്പയുടെ സ്വത്ത് വേണം. അന്ന് രഹസ്യമായി വീടിൻ്റെ ബാക്കിൽ വെച്ച് മൂത്താപ്പ മകനോട് പറയുന്നത് യാദൃശ്ചികമായി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾ അതോർത്തപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എന്തു പറ്റിയ റാബി? അവൾ നെഞ്ചിൽ തടവുന്നത് കണ്ടപ്പോൾ പേടിയോടെ സമ്മതി ചോദിച്ചു. ഒന്നുമില്ല ഇക്ക, അത് അന്നത്തെ ആ കഥകൾ എൻ്റെ മനസ്സിനെ ഞെരിച്ചു കളയുന്നു. അതുകൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ. നീ ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങു പെണ്ണേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി എന്നും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ? സമത് അങ്ങനെ പറഞ്ഞെങ്കിലും റാബിയ വീണ്ടും പറയുന്നത് തുടർന്നു. ഇക്ക, നമ്മുടെ ഉമ്മയും ഉപ്പയും റാഹിത്തയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതല്ല, അവരെ കൊന്നതാണ്. അവളുടെ വെളിപ്പെടുത്തൽ സമതിനെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അത് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സമതിനെ തന്നെ അലവിക്കുട്ടിയുടെ ജ്യേഷ്ഠൻ എത്ര തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും സ്വന്തം സഹോദരനെയും സഹോദര ഭാര്യയെയും മകൾക്ക് തുല്യമായ സഹോദരപുത്രിയെയും കൊല്ലാൻ അയാൾ തുനിയുമോ എന്ന് ചിന്തിച്ചിട്ടേയില്ല. ചിലപ്പോൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചേക്കാം എന്ന് കരുതിയിരുന്നു. ആരാണത് നമ്മളോട് ചെയ്തത് മോളെ? അലവി ഉപ്പയുടെയും ഉമ്മയുടെയും റാഹിയുടെയും സ്നേഹമോർത്തപ്പോൾ സമതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മൂത്താപ്പ. റാബിയയുടെ ആ വാക്കുകൾ സമതിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റാബിയ അന്നത്തെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. കുഞ്ഞിനെ ഉറക്കി ബെഡിലേക്ക് കിടത്തി എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ റാബിയ പിന്നാമ്പുറത്ത് നിന്ന് പതിഞ്ഞൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് അവൾക്ക് പേടി തോന്നി. 2 പേര് സംസാരിക്കുകയാണ്. എങ്കിലും അത് തന്നെ ബാധിക്കുന്ന കാര്യമാണെന്ന് അവൾക്ക് തോന്നി. ഒച്ചയുണ്ടാക്കാതെ പതുക്കെ ആ ഭാഗത്തേക്ക് നടന്നുകൊണ്ട് അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. ആ പെണ്ണും ചെറിയ ചെക്കനും രക്ഷപ്പെട്ട് കളഞ്ഞു. സാധാരണ അവരെല്ലാം കൂടിയാണ് അവിടേക്ക് പോകാറുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളും കൊച്ചും ഇതിൻ്റെ അവകാശികളല്ലേ? മറ്റേ ചെക്കൻ വന്നാൽ അത് കൂടുതൽ പ്രശ്നമാവും. അവരെ ഇല്ലായ്മ ചെയ്തതുപോലെ എളുപ്പമാകില്ല. ഇതാർക്കും ഒരു സംശയം വന്നിട്ടില്ല. വെറുമൊരു വാഹനാപകടം. അതുപോലെ ഒന്ന് ഇനി നടക്കില്ല. മൂത്താപ്പ പറയുന്നത് കേട്ട് റാബിയ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അതിന് ഉപ്പ പേടിക്കണ്ട, അവളെ എനിക്ക് വിട്ടുതാ. ആ ചെറുക്കനെ പിന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടിട്ടാൽ മതി, അവനെ കൊല്ലണ്ട. എല്ലാം ആ സമത് പഠനം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് നടത്തണം. മൂത്താപ്പയുടെ മകൻ ഷഹ്സാദ് റാബിയെ ഓർത്ത് ഒന്ന് കുടിലമായി ചിരിച്ചു. എന്തൊരു ഭംഗിയാ പെണ്ണിന്! ഒരുപാടങ്ങ് മോഹിച്ചുപോയി.
ആദ്യം കെട്ടിക്കൂടെ കൂട്ടാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവൾക്ക് മറ്റവനോട് മുടിഞ്ഞ പ്രേമം. പിന്നെ ഒരു വട്ടമെങ്കിലും അവളെ ഒന്ന് അനുഭവിക്കാൻ മോഹമുണ്ട്. പാപ്പ കൊള്ളരുതായ്മ ചെയ്യുന്നവനാണെങ്കിലും ഇതൊന്നും ബാപ്പയോട് പറയാനൊക്കില്ലല്ലോ. അവൻ കിഴിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് ആലോചിച്ചു. കുറച്ചു ദിവസം കഴിയട്ടെ, തഞ്ചത്തിൽ അവരെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. എന്നിട്ടാവാം ബാക്കി പ്ലാൻ, അവർ തീരുമാനിച്ചു. ഇതെല്ലാം കേട്ട് നെഞ്ചു തകർന്നൊരു പെണ്ണ് അവിടെ നിൽക്കുന്നത് അവർ അറിഞ്ഞതേയില്ല. പിന്നെ ഞാൻ പിറ്റേന്ന് തന്നെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് മോനെയും എടുത്ത് ഓടിപ്പോന്നു. അവരെ കൊന്ന പോലെ ഞങ്ങളെയും കൊല്ലുമെന്ന് പേടിച്ചുകൊണ്ട് ഞങ്ങൾ ഒളിച്ചോടി. അവളുടെ വെളിപ്പെടുത്തലുകളെല്ലാം കേട്ടപ്പോൾ സമതാകെ വല്ലാതായിപ്പോയിരുന്നു. തൻ്റെ പെണ്ണ് കടന്നു വന്ന കനൽ വഴികൾ അയാളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അന്ന് അവിടെ നിന്ന് പോന്നപ്പോൾ കുറച്ച് ഡ്രസ്സും വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരവും കുറച്ച് പൈസയും മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കണ്ടേ റാബി? ഉപ്പയുടെ അധ്വാനമല്ലേ ആ വീടും പറമ്പും? അതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നേരിട്ടറിയാം. വേണം. മോനിതൊന്നും അറിയില്ല. പിന്നെ അവനെ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രശ്നത്തിൽ ചാടിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതുവരെ അങ്ങോട്ട് പോയി നോക്കാത്തത്. ഇനി എനിക്ക് ധൈര്യമാണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും റാഹിത്തയുടെയും കൊലയാളികളെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. റാബിയ പറഞ്ഞുകൊണ്ട് കിതച്ചു. നീ ടെൻഷനാവല്ലേ. നമുക്ക് ഈ കൊലപാതകം തെളിയിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ ഉള്ളിലൊരു പേടി വരുത്താൻ നമുക്ക് എന്തായാലും കഴിയും. അല്ലാതെ നിയമപരമായി പോയാലും അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. എന്നാലും നമുക്ക് അവിടെ ഒന്ന് പോകണം. സമദിൻ്റെ വാക്കുകൾ റാബിയയിൽ നിരാശ കൊണ്ടുവന്നെങ്കിലും എന്തായാലും അവിടെ പോകണമെന്ന് അവൾ തീരുമാനിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട് റാബി. സനുവിൻ്റെ നിക്കാഹിന് ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നു. ആരായിക്ക? അറക്കൽ അക്ബർ. ആ പേര് കേട്ട് റാബിയ ഒന്ന് ഞെട്ടി. അയാൾ എങ്ങനെ ഇവിടെ? അതൊന്നും അറിയില്ല. ഞാൻ അയാളെ കണ്ടപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞിരുന്നു. എന്തായാലും മോനെ അയാൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തോ ആലോചിച്ചു കിടക്കുന്ന റാബിയുടെ ഉടുപ്പിൽ നുള്ളിക്കൊണ്ട് സമദ് പറഞ്ഞു. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഓർമ്മയുണ്ടോ അത്? ഈ കണ്ണീർ മാത്രം മതിയോ? നമുക്കൊന്ന് സ്നേഹിക്കണ്ടേ? അത് കേട്ടപ്പോൾ റാബിയ നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിൽ ചുംബിച്ചു. അങ്ങനെ പരസ്പരം ഒരു സ്നേഹഗീതം രചിക്കാൻ ആ നവമിഥുനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. 20 വർഷങ്ങൾ മനസ്സിൻ്റെ ചെപ്പിനകത്ത് സൂക്ഷിച്ചു വെച്ച തൻ്റെ പെണ്ണിനോടുള്ള പ്രണയം അയാൾ അവളിലേക്ക് ഒഴുക്കി വിട്ടു തുടങ്ങി. അവളും അതേ മനസ്സോടെ അത് സ്വീകരിച്ചു. വേഗം ഉറങ്ങിയ കാരണം പുലർച്ചെ ആയപ്പോൾ തന്നെ അവൻ കണ്ണു തുറന്നു. റൂമിലെ നേരിയ വെളിച്ചത്തിൽ തൻ്റെ അഭിമുഖമായി കിടക്കുന്ന സനുവിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന പെണ്ണിനെ അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവളുടെ നീളമുള്ള മുടിയിഴകൾ ബെഡിൽ പരന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് അവളുടെ കാർക്കൂന്തലിൽ മുഖം പൂഴ്ത്തി കിടന്നു. അതിൽ നിന്നും കാച്ചെണ്ണയുടെയും ഷാമ്പുവിൻ്റെയും മിശ്രമായ ഒരു സ്മെൽ അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ആ സ്മെൽ അവൻ ഒത്തിരി ഇഷ്ടമായി. അവൾ ഉണരുന്നതുവരെ അവൻ ആ കിടപ്പ് തുടർന്നു. സനു കണ്ണു തുറന്നപ്പോൾ തൻ്റെ അഴിഞ്ഞു പരന്നു കിടക്കുന്ന മുടിയിൽ മുഖം ചേർത്ത് കിടക്കുന്ന അവനെ കണ്ട് ഉമ്മി പറഞ്ഞത് അവൾ ഓർത്തു. നീളമുള്ള മുടി വീക്ക്നെസ്സാണെന്ന്. ഇനി ആശാൻ ഉണർന്നു കിടക്കുകയാണോ എന്നൊരു ചെറിയ സംശയം അവൾക്ക് തോന്നി. കാരണം അവൻ 10 മണിക്ക് മുൻപ് ഉറങ്ങിയിട്ടുണ്ടല്ലോ. മെല്ലെ മുടി വലിച്ചപ്പോൾ അവൻ തല ഉയർത്തി അവൾക്ക് നേരെ നോക്കി. ഗുഡ് മോർണിംഗ് വൈഫി. ഗുഡ് മോർണിംഗ്. ഇന്ന് വേഗം ഉറക്കം തെളിഞ്ഞോ? ആ, ഞാൻ കുറച്ച് നേരമായി ഉണർന്നിട്ട്. ഉണർന്നപ്പോൾ നിൻ്റെ മുടി ഇങ്ങനെ പരന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അതിലേക്ക് മുഖം ചേർക്കാൻ ഒരാഗ്രഹം തോന്നി. നിൻ്റെ സമ്മതം കൂടാതെയാണ് കേട്ടോ ഞാനത് ചെയ്തത്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ സനുവിന് അവനോട് ബഹുമാനം തോന്നി. തന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതം ചോദിക്കുന്ന തൻ്റെ ചെക്കൻ, അതും മാരിറ്റൽ റേപ്പ് നടക്കുന്ന കാലത്ത് അവൾക്ക് അവനിലേക്ക് ചേരാൻ കൊതി തോന്നി. അമിക്ക, ഇക്കാക്കെന്നിൽ പൂർണ്ണമായും അധികാരമുള്ള ആളല്ലേ? എൻ്റെ ഭർത്താവല്ലേ? എനിക്കിഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അവൾ ചിരിയോടെ പറഞ്ഞു. അവൾ ചിരിക്കുമ്പോൾ ആ കണ്ണുകൾ കൂടി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. എന്നാലേ എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ തോന്നുന്നുണ്ട്. ഞാനൊന്ന് സ്നേഹിക്കട്ടെ? അവൻ അതേ കുസൃതി ചിരിയോടെ തിരിച്ചു ചോദിച്ചു. അവൾ അതിന് നാണത്തോടെ ചിരിച്ചതേ ഉള്ളൂ. അവൻ ആ ചെഞ്ചായം പൂശിയ കവളിലേക്കും റോസാപ്പൂവിതൾ പോലെയുള്ള അവളുടെ അധരങ്ങളിലേക്കും മാറി മാറി നോക്കി. പിന്നെ ചിരിയോടെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി. അവൻ്റെ നോട്ടത്തിൽ ലയിച്ചു കിടന്ന പെണ്ണും അവൻ്റെ പുറകെ എണീറ്റിരുന്നു. വൈകി ഉറങ്ങിയെങ്കിലും എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ റാബിയയും സമദും എഴുന്നേറ്റു. അവർക്ക് പുതുമോടികളുടെ എല്ലാ ചമ്മലും ഉണ്ടായിരുന്നു. റാബിയയുടെ കവളിൽ പ്രത്യേക അരുണിമ തെളിഞ്ഞിരുന്നു. കണ്ണിൽ ഒരു ലാസ്യഭാവം. സമദ് കുറച്ചു നേരം ആ മുഖത്തേക്ക് നോക്കി നിന്നുപോയി. കുളിയും നിസ്കാരവും കഴിഞ്ഞ് റാബിയ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സനു അവിടെ തകൃതിയായ പണിയിലാണ്.
റാബിയെ കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. ഉമ്മയ്ക്ക് കുറച്ചു നേരം കൂടെ കിടന്നൂടെ? ഇവിടെ നേരം വൈകി വന്നാൽ ചീത്ത പറയുന്ന അമ്മായിത്തള്ളുണ്ടോ? അവൾ ചോദിച്ചത് കേട്ട് റാബിയ പൊട്ടിച്ചിരിച്ചു. പോടി, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയാണ്. ഈ കോഫി എടുത്തു കൊണ്ടുപോയി കെട്ടിയോൻ്റെ കൂടെ ഇരുന്ന് കുടിക്ക്. വേണമെങ്കിൽ ഒന്നുകൂടി കിടന്നുറങ്ങിക്കോ. മുഖമാകെ വല്ലാതെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കരഞ്ഞോ? ഏയ്, ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം സംസാരിച്ചതല്ലേ. ഇമോഷണൽ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സംസാരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞനിയനെയോ അനിയത്തിയെയോ ഉടനെ വേണം. അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണം കേട്ടോ രണ്ടാളും, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വേഗം പണികളിലേക്ക് തിരിഞ്ഞു. കോഫി മഗ് കയ്യിലെടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ റാബിയുടെ ഉള്ളിൽ സനു പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. കോഫി കയ്യിലേക്ക് വാങ്ങുമ്പോൾ സമദ് റാബിയുടെ മുഖത്തേക്ക് നോക്കി. അഗാധമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. മുഖത്തേക്കൊന്നും കശി നോക്കുന്നേയില്ല. എന്തു പറ്റി റാബി? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. അത് ഇക്ക, അവൾ സനു പറഞ്ഞ കാര്യങ്ങൾ സമദിനോട് ചെറിയൊരു ചമ്മലോടെ വിവരിച്ചപ്പോൾ, അതിനെന്താ, ഓള് പറഞ്ഞത് നേരല്ലേ. അവർ രണ്ടുപേരും സഹോദരങ്ങളെ കൊതിക്കുന്നത് തെറ്റാണോ? നമുക്കതിന് മാത്രം പ്രായമായിട്ടുമില്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ഉമ്മയാകാൻ കൊതിക്കാത്ത ഏത് പെണ്ണാണിക്ക ഈ ലോകത്തുള്ളത്? മോള് ഇന്ന് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോയി, അത്രമാത്രം. നമുക്ക് രണ്ടുപേർക്കും കുറച്ച് പ്രായമായതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവാനും ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു പൈതൽ വരാൻ വേണ്ടി നമുക്കും അവരുടെ കൂടെ കാത്തിരിക്കാം. സമദ് പറഞ്ഞത് കേട്ട് റാബിയ പുഞ്ചിരിയോടെ തലയാട്ടി. സനു വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തീന്മശയിൽ കൊണ്ടുവച്ചു. ശേഷം അടുക്കള ക്ലീൻ ചെയ്തു. അവൾ വേഗം കുളിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി. അപ്പോഴേക്കും അമൻ ഓഫീസിൽ പോകാൻ റെഡിയായിരുന്നു. ഇക്കാക്ക് പോകാൻ നേരമായോ? ഞാൻ പെട്ടെന്ന് കുളിച്ചു വരാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്കും ഇന്ന് കോളേജിലേക്ക് പോകണം. അവൻ ഷർട്ടിൻ്റെ കൈമടക്കി വെക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. ടൈം ആകുന്നതേയുള്ളൂ, നീ തിരക്കണ്ട, സാവധാനം മതി. ഞാൻ പിന്നെ വേഗം ഒരുങ്ങിയെന്നേയുള്ളൂ. ഇന്നെന്തായാലും ഉപ്പ് ഓഫീസിലേക്ക് ഉണ്ടാകില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ആയിക്കോട്ടെ, ഞാൻ വേഗം വരാം. അതും പറഞ്ഞവൾ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ അവൻ സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെന്നു. അവിടെ സിറ്റൗട്ടിൽ റാബിയയും സമദും ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞതിൽ അവന് മനസ്സിൽ വല്ലാത്ത റാഹത്ത് തോന്നി. അൽഹംദുലില്ലാ. അവൻ അവരുടെ അരികിലേക്ക് ചെന്നു. അവിടെയുള്ള തിണ്ണയിലിരുന്നു. ഉപ്പ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ? ഇന്ന് അർജൻറ്റ് മീറ്റിംഗ് ഒന്നുമില്ലല്ലോ. എങ്കിലും കുറച്ച് ഫയൽസ് ക്ലിയർ ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്തോളാം. സൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? അതല്ലേ നല്ലത്? അമ്മൻ ചോദിച്ചു. ആ മോനെ, ഇന്ന് ഞാൻ വരുന്നില്ല. വൈകിട്ട് ഓഫീസിലുള്ളവർക്കൊരു പാർട്ടി നൽകണം. ഞങ്ങളുടെ വിവാഹം പ്രമാണിച്ച് അവർക്ക് ഒരു ഫുഡ് കൂടി നൽകണം. ഞാൻ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ ഉപ്പ. ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അത് നമ്മുടെ കാറ്ററിംഗ് സർവീസിൽ ഫുഡ് ഏൽപ്പിക്കണം. പിന്നെ നമുക്ക് കോൺഫറൻസ് ഹാളിൽ ഫുഡ് അറേഞ്ച് ചെയ്യാം. അതിനവിടെ തന്നെ ചെയറും ടേബിളും ഉണ്ടല്ലോ. നീ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ ഫുഡ് ഏൽപ്പിച്ചോളാം. സനു ഇന്ന് കോളേജിലേക്ക് പോകുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമോ? എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നോടും അതിനെക്കുറിച്ചൊന്നും അവൾ പറഞ്ഞിട്ടില്ല. ഞാൻ അവളോട് ഹോസ്റ്റൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനവൾ എന്ത് തീരുമാനമെടുത്തു എന്ന് അറിയില്ല. ഞാനിന്ന് ഫ്ലാറ്റിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന നിനക്ക് എന്നും ഇവിടെ നിന്നാൽ എന്താ? ഫ്ലാറ്റിൽ നമുക്കെല്ലാവർക്കും കൂടി ഇടയ്ക്ക് പോകാം, അതല്ലേ നല്ലത്? അത് ഉപ്പ, അത് ശരിയാവില്ല. അവൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ അകത്തുനിന്ന് സമദിൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയപ്പോൾ റാബിയ അവനോട് ചോദിച്ചു, നിനക്കെന്താ മോനെ ഇവിടെ നിൽക്കാനൊരു മടി? അത് ഉമ്മി, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അത് സനുവിന് ബുദ്ധിമുട്ടാവും. അവൾ ചെറിയ കുട്ടിയല്ലേ. 20 വയസ്സുള്ള അവളാണോ ചെറിയ കുട്ടി? നിന്റെ മനസ്സിലെന്താണ്? നീ തുറന്നു പറ. അത് ഉമ്മി, ഞങ്ങളും ഭാര്യയും ഭർത്താവുമല്ലേ. അവൾ അടുത്തുണ്ടാകുമ്പോൾ ഞാൻ പലതും ആഗ്രഹിച്ചു പോയില്ലേ. അത് അവൾക്ക് ബുദ്ധിമുട്ടായാലോ എന്നൊരു പേടി. ഇപ്പോൾ അവൾ ഒരു ലൈഫ് പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഉപ്പ അവളെ നിക്കാഹ് ചെയ്തതാമെന്ന് കരുതിയത് തന്നെ. തുറന്നു പറഞ്ഞതുകൊണ്ട് ഉമ്മയൊന്നും വിചാരിക്കരുത്. ആഹാ, നീ ആള് കൊള്ളാലോ. എന്ന് വെച്ച് നീ ഒറ്റക്ക് നിൽക്കുന്നത് ഓൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് നീ ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടം. പിന്നെ നിനക്കെന്താ? ഞാൻ അവളോട് തന്നെ സംസാരിച്ചിട്ട് തീരുമാനം പറയാം. ഇതെല്ലാം വാതിൽക്കൽ നിന്നുകൊണ്ട് സനു കേൾക്കുന്നുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് അവൻ്റെ കെയർ കണ്ടവൾക്ക് അവനോട് കൂടുതൽ ബഹുമാനം തോന്നി. അവൻ തൻ്റെ കംഫേർട്ട് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പാവം എൻ്റെ ചെക്കൻ, അവൾ മനസ്സിൽ ചിരിച്ചു. ഉപ്പ, ഉമ്മി, ഇക്ക, ഫുഡ് കഴിക്കാൻ വാ, അവൾ അകത്തു നിന്നും വിളിച്ചു. എല്ലാവരും ടേബിളിന് ചുറ്റുമിരുന്നു. ഇന്നലത്തെ സാമ്പാറുള്ളതിനാൽ മസാല ദോശയാണ് അവൾ ഉണ്ടാക്കിയത്. ഒരു കഷ്ണം ദോശ വായിലിട്ടപ്പോൾ തന്നെ അവനത് നന്നായി ഇഷ്ടമായി. ഉമ്മി ഉണ്ടാകുന്നതിന് മറ്റൊരു രുചിയാണ്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കൈകൊണ്ട് ഗംഭീരം എന്ന് കാണിച്ചു. അവൻ്റെ ആ ആംഗ്യഭാഷ കൊണ്ട് തന്നെ അവളുടെ മുഖം തിളങ്ങി.
റാബിയക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഫുഡ് കൊള്ളാലോ മോളെ, സൂപ്പർ. റാബിയ അവളെ അഭിനന്ദിച്ചു. അതിനവൾ നിറഞ്ഞു ചിരിച്ചു. അങ്ങനെ കളിയും ചിരിയുമായി അവർ ഫുഡ് കഴിച്ചു. ഞാനിന്ന് കോളേജിൽ പോകുകയാണ്. എന്തായാലും 3 മാസം കൂടിയല്ലേ ഉള്ളൂ ക്ലാസ് കഴിയാൻ. അതുവരെ ഞാൻ ഹോസ്റ്റലിൽ തന്നെ തുടർന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ചെയ്തോട്ടെ ഞാൻ. അത് നിൻ്റെ ഇഷ്ടം. അമ്മി ഫ്ലാറ്റിലും പോയാൽ പിന്നെ ഞങ്ങൾ മാത്രം ഇവിടെ. കൊള്ളാം അല്ലേ ഭാര്യയെ? സമദ് അതും പറഞ്ഞു ചിരിച്ചു. അതെന്തിനാ ഇക്ക ഫ്ലാറ്റിൽ പോകുന്നത്? ഇവിടെ നിന്നാ പോരെ? അതിന് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ അപ്പോൾ എന്താണെന്ന് അവന് പോലും പിടികിട്ടിയില്ല. പിന്നെ മോളെ, ഇന്ന് വൈകുന്നേരം കമ്പനി സ്റ്റാഫുകൾക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. നീ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരുമോ? അത് കഴിഞ്ഞ് നിനക്ക് നാളെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ ഉപ്പ, അങ്ങനെ ചെയ്യാം. അവൾ വേഗം ഒരുങ്ങി അവൻ്റെ കൂടെ ബൈക്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഫൗസിയും കൂടി എത്തിച്ചേർന്നപ്പോൾ അവൻ അവളോട് യാത്ര പറഞ്ഞു പോയി. ഉമ്മയുടെയും ഉപ്പയുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് ബസ് വരുന്നതുവരെ അവർ ഇരുന്നു. ബസ് വന്നപ്പോൾ അവർ രണ്ടും വീണ്ടും കോളേജിലേക്ക് പുറപ്പെട്ടു. ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോൾ ഫൗസി സനവിനോട് ഫോൺ വാങ്ങി ഇന്നലത്തെ നിക്കാഹിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നു. സനവിൻ്റെ പിന്നിൽ ഒരു ടവൽ മുഖത്ത് കെട്ടിയ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അത് രണ്ടുപേരും ശ്രദ്ധിച്ചിരുന്നില്ല. അയാൾ പെട്ടെന്ന് സനവിൻ്റെ മുഖത്ത് ഒരു ടവൽ അമർത്തി. ഫോണിൽ നോക്കി നിന്ന ഫൗസി ആദ്യം അത് കണ്ടിരുന്നില്ല. എങ്കിലും അവരുടെ അടുത്ത് വന്ന് നിർത്തിയ വാനിൽ അവളെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവൾ അത് കണ്ട് ഒച്ച വെച്ചു. കോളേജിൻ്റെ അടുത്ത് വെച്ചായതിനാൽ കുട്ടികളെല്ലാം ഓടി വന്നു. വാൻ അവളെയും കൊണ്ട് പോകാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ തടഞ്ഞു. അങ്ങനെ ഫൗസി വാനിൻ്റെ ഡോർ തുറന്ന് മറ്റൊരു കുട്ടിയുടെ സഹായത്തോടെ ബോധം കെട്ടുപോയ സനവിനെ പുറത്തിറക്കി. കോളേജിലെ പയ്യന്മാർ ആ വാനിലെ ആളുകളെ നന്നായി കയ്യേറ്റം ചെയ്തു. മുഖം മറച്ച ചെക്കൻ്റെ മുഖത്തെ ടവൽ മാറ്റിയപ്പോൾ ഫൗസി അവനെ തിരിച്ചറിഞ്ഞു. ഷഫീഖ്. ഫുട്പാത്തിൽ ഫൗസിയുടെ മടിയിൽ കിടക്കുകയാണ് സനു. കുട്ടികളിൽ ആരോ കൊണ്ടുകൊടുത്ത വെള്ളം അവളുടെ മുഖത്ത് കുറച്ച് തളിച്ചിട്ടും യാതൊരു അനക്കവുമില്ല. ഫൗസി കരച്ചിലോടെ സനുവിനെ കുലുക്കി വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് കോളേജിലെ അധ്യാപകർ അങ്ങോട്ട് ഓടി വന്നത്. അവിടെയുള്ള സംഘർഷം അറിഞ്ഞ് വന്നതാണ്. ആരോ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. സനൂബിയക്ക് എന്ത് പറ്റി? അൺകോൺഷ്യസ് ആണല്ലോ കുട്ടി. സാർ, ഒരു വണ്ടി വിളിക്കുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇവൾ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. ഫൗസി കരഞ്ഞു പറഞ്ഞപ്പോൾ ആണ് സാർ കാറെടുക്കാൻ വേണ്ടി ഓടിയത്. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് ജീപ്പ് വന്ന് നിർത്തിയിരുന്നു. കാര്യങ്ങളൊക്കെ പോലീസ് കുട്ടികളോട് ചോദിച്ചറിയുന്നുണ്ട്. സനുവിനെയും കൊണ്ട് സാറിൻ്റെ കാറിലേക്ക് കയറുമ്പോൾ ഫൗസി ഷഫീഖിനെ ഒന്ന് നോക്കി. കോളേജിലെ ജിമ്മന്മാർ കയറി നിരങ്ങിയിട്ടുണ്ട്. ആകെ ഒടിഞ്ഞു തൂങ്ങി നിൽപ്പുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനമായി. കാറിലിരിക്കുമ്പോൾ കയ്യിൽ അപ്പോഴും സനുവിൻ്റെ ഫോണുള്ളത് ഫൗസി ശ്രദ്ധിച്ചു. അവൾക്ക് സനുവിൻ്റെ വീട്ടിലേക്ക് അറിയിച്ചാലോ എന്ന് തോന്നി. അങ്ങനെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും ഷഹബാസിൻ്റെ നമ്പർ അവൾ ഡയൽ ചെയ്തു. ഓഫീസിൽ മൂളിപ്പാട്ടും പാടി ഫയൽ ചെക്ക് ചെയ്യുകയാണ് അവൻ. അപ്പോഴാണ് ഫോൺ ശബ്ദിക്കുന്നത്. നോക്കുമ്പോൾ സനുവാണ്. അപ്പോൾ അവൻ വേഗം വാച്ചിലേക്ക് നോക്കി. 10 മണി ആവാറായല്ലോ. ഇന്ന് ക്ലാസ്സില്ലേ പെണ്ണിന്? ഇപ്പോൾ എന്തിനാ പതിവില്ലാത്തൊരു വിളി? അവൻ ഫോണെടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ ഓർത്തു. ഹലോ പെണ്ണേ, ഇന്ന് നിനക്ക് ക്ലാസ്സില്ലേ? അവൻ ചോദിച്ചപ്പോൾ ആദ്യം എന്ത് പറയണമെന്ന് ഫൗസിക്ക് പിടികിട്ടിയില്ല. ഹലോ, കേൾക്കുന്നില്ലേ? മറുപടി കിട്ടാത്തപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു. ഫൗസി പതുക്കെ സംസാരിച്ചു തുടങ്ങി. ഷഹബാസ്ക്ക, സനു അല്ല, ഫൗസിയാണ്. നിങ്ങളൊന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വരുമോ? സനുവിനെന്ത് പറ്റി? അവനാകെ ബേജാറായി. അതുകൊണ്ട് ഫൗസി ഒന്നും തുറന്നു പറഞ്ഞില്ല. പേടിക്കാനൊന്നുമില്ല, കുറച്ച് BP ലോ ആയതാ. നിങ്ങൾ വന്നാൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്ന് കരുതി വിളിച്ചതാ. സനുവിന് വേണ്ടി ഫൗസി ഒരു കളവ് പറഞ്ഞു. 1 മണിക്കൂർ യാത്ര ചെയ്യണം ഇങ്ങോട്ട്. അവനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോഴേക്കും കാർ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഞാനിപ്പോൾ തന്നെ പുറപ്പെടാം. അവൻ ഫോൺ കട്ട് ചെയ്തു. സിസ്റ്റം ഓഫ് ചെയ്ത് കേബിന് പൂട്ടി ഓടിയിറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ വെപ്രാളം കണ്ട് സെക്യൂരിറ്റി ഓടി വന്നപ്പോൾ അയാളോട് സനുവിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകുവാണെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് ബുള്ളറ്റ് പറപ്പിച്ചു വിട്ടു. വീടെത്തുന്നതിന് മുമ്പ് സമദിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അയാളോട് ഫൗസി വിളിച്ചതൊന്നും പറഞ്ഞില്ല. സുഖമില്ലാഞ്ഞിട്ട് സനു കൂട്ടാൻ ചെല്ലാൻ പറഞ്ഞു എന്നേ പറഞ്ഞുള്ളൂ. 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ നിന്ന് പോയ അവൾക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്നവർ 3 പേരും ചിന്തിച്ചിരുന്നു. എങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എല്ലാവരും കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് സമദ് കാറിൻ്റെ ചാവി എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. അവൻ അപ്പോഴേക്കും അവിടേക്ക് എത്തിയിരുന്നു. അവൻ്റെ മുഖമാകെ ബേജാറിലാണ്. ഫൗസി ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെ കൂടി അറിയിച്ചു ടെൻഷനാക്കണ്ട എന്ന് കരുതി അവൻ പരമാവധി ടെൻഷൻ മുഖത്ത് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കൂടി വരാം മോനെ. വേണ്ട ഉപ്പ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പോൾ വന്നാൽ മതിയല്ലോ. ഓഫീസിലൊന്ന് വിളിച്ചു പറഞ്ഞോളി. ഞാൻ സെക്യൂരിറ്റിയോട് മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ കാർ റിവേഴ്സ് എടുക്കുമ്പോൾ പറഞ്ഞു. നീ ടെൻഷൻ അടിച്ച് സ്പീഡിൽ പോവരുതിട്ടോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അവൾക്ക് പീരിയഡ് പെയിൻ എങ്ങാനും ആവും. സമദ് പറഞ്ഞു. റാബിയയും കൂടെയുണ്ട്. ശ്രദ്ധിച്ചു പോയി കൂട്ടി വാ, റാബിയയും പറഞ്ഞു.
അവരോട് പറഞ്ഞുകൊണ്ട് അവൻ യാത്ര തിരിച്ചു. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് അവൻ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് ഏകദേശം 35 മിനിറ്റ് കൊണ്ട് സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. കാർ പാർക്ക് ചെയ്ത് തിടുക്കത്തിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി സനുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് അവൻ ലിഫ്റ്റിനു നേരെ നടന്നു. ഹലോ, നിങ്ങൾ ഏത് ഫ്ലോറിലാണ്? ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുണ്ട്, ക്യാഷ്വാലിറ്റിക്കടുത്ത്. ഫൗസി കുറച്ച് പേടിയോടെയാണ് പറഞ്ഞത്. കള്ളം പറഞ്ഞതിന് അവൻ വഴക്ക് പറയുമോ എന്നൊരു പേടിയുണ്ട്. സനുവിനെ കൊണ്ടുവന്ന പാടെ ICUവിലേക്കാണ് കയറ്റിയത്. അവൻ അത് കേട്ട് നേരെ കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. അവിടെ ICUവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫൗസിയെ കണ്ട് അവൻ്റെ മുഖം ചൊളിഞ്ഞു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട് ഫൗസി വേഗം അവന് നേരെ നടന്നു. സോറി ഇക്ക, ഫോണിൽ കൂടി പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ സമാധാനത്തോടെ ചോദിച്ചു, എന്താണ് അവൾക്ക് പറ്റിയത്? അതിന് മറുപടിയായി ഫൗസി എല്ലാം വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടപ്പോൾ അവന് ഷെഫീഖിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. സനുവിനെ ആലോചിച്ച് സങ്കടവും തോന്നി. അയാൾ ക്ലോറോഫോം എടുത്ത അളവ് കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 മണിക്കൂറെങ്കിലും കഴിയും ബോധം വരാനെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഡോക്ടറെ കാണട്ടെ? താൻ കോളേജിലേക്ക് പോകണമെങ്കിൽ പോയിക്കോ, ഇപ്പോൾ ഞാൻ എവിടെയുണ്ടല്ലോ. എൻ്റെ കൂടെ ഞങ്ങളുടെ സാറുമുണ്ട്, അതാ അവിടെ നിൽക്കുന്നുണ്ട്. ഫൗസി ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് അവൻ നടന്നു. അവിടെയുള്ള കോളേജിലെ സുകേഷ് സാറിനോടും അവൻ കാര്യങ്ങൾ സംസാരിച്ചു. ഷെഫീഖും തങ്ങളും തമ്മിലുള്ള ബന്ധമൊന്നും ആർക്കും അറിയില്ലല്ലോ. കിഡ്നാപ്പായിരിക്കും ഉദ്ദേശമെന്ന് സാറ് പറഞ്ഞപ്പോൾ അവൻ അത് ശരിവെച്ചു. ഫൗസിയും സാറും തിരിച്ചു പോയപ്പോൾ അവൻ ഡോക്ടറെ കാണാൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോറിൽ നോക്ക് ചെയ്ത് കാത്തുനിന്നു. സിസ്റ്റർ വന്ന് അകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവൻ അകത്തേക്ക് കയറി. ഡോക്ടർ, ഞാൻ സനൂബിയുടെ ഹസ്ബൻഡാണ്. എന്താണ് അവളുടെ കണ്ടീഷൻ? ഷീ വിൽ ബി ഓക്കെ സൂൺ. ഇപ്പോൾ ആ ക്ലോറോഫോമിൻ്റെ പ്രവർത്തനം മൂലമാണ് അവൾ കോൺഷ്യസ് ആവാത്തത്. പക്ഷേ അവൾ ഓക്കെയാണ്. ഓക്കെ സാർ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാകുമോ? ഏയ്, അതിനൊരു ചാൻസ് ഇല്ല. ആ മരുന്ന് ഡിയാക്ടിവേറ്റഡ് ആവാൻ മറുമരുന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് അവളെ കയറി കണ്ടോട്ടെ സാർ? ഓഫ് കോഴ്സ്, അതിനെന്താ, അവൾ ഉറക്കത്തിലാണ് എന്നേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമ്മതി വിളിച്ചു. അവൻ കാര്യമൊന്നും പറയാതെ അവൾക്ക് തളർച്ച ഉണ്ടെന്നും ട്രിപ്പിട്ട് കിടത്തിയതാണെന്നും പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ട് തന്നെ ICUവിലേക്ക് കയറി. അവളെ കൂടാതെ കുറച്ച് പേരെ കൂടി അവിടെ കണ്ടപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് സനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ശാന്തമായി ഉറങ്ങുന്നത് പോലെ കിടക്കുന്ന സനുവിനെ കണ്ടപ്പോൾ അവന് ചെറിയൊരു സമാധാനം തോന്നി. അവളുടെ അരികിലുള്ള ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ അവളുടെ ക്യാനുലയിട്ട കയ്യിൽ ഒന്ന് തടവി. പെണ്ണെ, നീ ഒന്ന് കണ്ണു തുറക്ക് പൊന്നെ. നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് എൻ്റെ ഹൃദയം വേദനിക്കുന്നു. അവൻ്റെ ഉള്ളം അവളോട് വിലപിച്ചു കൊണ്ടിരുന്നു. കുറച്ചു നേരം അങ്ങനെ അവളെയും നോക്കിയിരുന്നപ്പോൾ സിസ്റ്റർ വന്ന് അവനോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. അവൾ ഉണരുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൻ പുറത്തേക്കിറങ്ങി. അവിടെ ICUവിൻ്റെ മുമ്പിലുള്ള ചെയറിലേക്കിരുന്നു. ഷെഫീഖ് വീണ്ടും തങ്ങളുടെ ഇടയിലേക്ക് എന്തിനു വന്നതാണെന്ന് അവന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.